ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഡിവിഷൻ 1 നല്ല ഈസി ആയിട്ട് അടിക്കാൻ പറ്റിയ ഒരു ഫോർമേഷനും അതിന് പറ്റിയ ഒരു സ്ക്വാഡ് ബിൽഡിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫോർമേഷൻ കളിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമേഷനാണ്. ഈ ഫോർമേഷനിൽ തന്നെയാണ് ഡിവിഷൻ 1 അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ റാങ്ക് അടിച്ചിട്ടുണ്ട്. ഫോർമേഷൻ ഏതാ വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഫോർമേഷൻ തന്നെയാണ്. 4-2 ആണ് നമ്മുടെ ഫോർമേഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്ക്വാഡ് ബിൽഡിങ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ജിക്കയുടെ സൈഡിൽ നിന്ന് വരുമ്പോൾ നമുക്ക് നമ്മളെ ഒലിവർ ഖാനെയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഒലിവർ ഖാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പെർഫോമൻസ് തരുന്നുണ്ട്. പിന്നെ നമ്മുടെ CB ആയിട്ട് നമ്മുടെ കന്യാരാണ് വരുന്നത്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് CB ആയിട്ട് വരുന്നത് ഒരു ബിൽഡപ്പ് ആയിരിക്കണം. ബിൽഡപ്പ് പ്ലസ് ഡിസ്ട്രോയറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ബിൽഡപ്പ് CB ആയിട്ട് ഞാൻ അടുത്തത് നമ്മുടെ വെർച്വൽ ഹാൻഡേക്കിനാണ്. അതുപോലെ പിന്നെ ലെഫ്റ്റ് ബാക്കായിട്ട് ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് നമ്മുടെ ഗോട്ട് കോസ്റ്റാക്കോട്ടയാണ്. അതുപോലെ റൈറ്റ് ബാക്കായിട്ട് ഞാൻ യൂസ് ചെയ്യണേ റൈറ്റ് ബാക്കായിട്ട് നിങ്ങൾക്ക് 2 ഡിഫെൻസീവാണ്, 2 ഡിഫെൻസീവ് നിങ്ങൾക്ക് ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു സൈഡ് അറ്റാക്കിങ് യൂസ് ചെയ്യുക. 2 ഡിഫെൻസീവാണ് ഈ കാർഡ് കുണ്ടൻ്റെയൊക്കെ ഈ കാർഡ് അടിപൊളി പെർഫോമൻസാണ് തരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു അറ്റാക്കിംഗ് ഫുൾ ബാക്കാണ്, നമ്മളെ ബെല്ലറ്റിനെയാണ്. അതുപോലെ പിന്നെ ആങ്കർമാൻ പ്ലസ് ഒരു ബോക്സാണ് ഞാൻ DMF സൈഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആങ്കർമാനായിട്ട് നമ്മളെ റൈറ്റ് കാർഡിനെയാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അതുപോലെ ബോക്സ് ആയിട്ട് ഞാൻ നമ്മുടെ ക്യാൻറ്റീനെയാണ് ചൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് 2 AMFിലോട്ട് വരാം. AMFിൽ അത്യാവശ്യം നല്ല രീതിയിൽ പാസിങ്, റണ്ണിങ് അങ്ങനെയുള്ള പ്ലേസിനെ ചൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാൻ ഒരു സൈഡ് ചൂസ് ചെയ്യണത് നമ്മുടെ പ്രൊലിഫിക് വിങ്ങറായിട്ടുള്ള ഈ നെയ്മറാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള റണ്ണിങ്ങും പാസിങ്ങും ഫിനിഷിങ്ങും എല്ലാം വരുന്ന ഒരു കാർഡാണത്. അതുപോലെ സെക്കൻഡ് AMF ആയിട്ട് ഞാൻ യൂസ് ചെയ്യണേ നമ്മുടെ മെസ്സിയാണ്. മെസ്സിയുടെ ഏത് കാർഡാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം മെസ്സിയുടെ പ്ലേ സ്റ്റൈൽ നമുക്ക് ഏത് പ്ലേ സ്റ്റൈലാണെങ്കിലും ഏത് ഫോർമേഷനിൽ എവിടെ ഇട്ടാലും നല്ല രീതിയിൽ ഉള്ളൊരു പെർഫോമൻസ് തരുന്ന കാർഡാണ്. നമ്മുടെ CFിലോട്ട് വരുമ്പോൾ ഗോൾ പോച്ചറായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് നമ്മളെ റൂമിനിങ്കിനാണ്. ഈ റൂമിനിങ്കിയുടെ കാർഡ് നല്ല രീതിയിലുള്ള പെർഫോമൻസ് തരുന്ന കാർഡാണ്. അതുപോലെ നമ്മളെ സെക്കൻഡ് CF ആയിട്ട് നമ്മുടെ ഡ്രോഗ്ബനെ ഒരു ബോക്സിനെയാണ് ഞാൻ യൂസ് ചെയ്യണേ. ഇനി നിങ്ങൾക്ക് ഇതുപോലെ നല്ല കാർഡ്സ് ഇല്ലെങ്കിൽ ഒരു FQB പ്ലെയർ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് റൂമിനിങ്ങിയുടെ പകരം എംബാപ്പയോ അതുപോലെ ഫ്രീ കിട്ടിയ നമ്മളെ ഡുയിഫിൻ്റെ കാർഡ്, അതുപോലെ ഇൻസാഗി, ഈ കാർഡെല്ലാം ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ പിന്നെ ഒരു ഹോൾ പ്ലെയർ പ്ലസ് ഒരു ക്രിയേറ്റീവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോൾ പ്ലെയർ പ്ലസ് ഒരു പ്രൊലിഫിക് അങ്ങനെയാണ് AMFക്ക് നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് അങ്ങനെ കിട്ടുക. എനിക്ക് മെസ്സി അവിടെ നല്ല രീതിയിൽ പെർഫോമൻസ് ടീം കൊണ്ട് മാത്രമേ ഇറക്കിയിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ഹോൾ പ്ലെയർ ആയിട്ടുള്ള നല്ല കാർഡ്സ്, നല്ല രീതിയിൽ പാസിങ്ങിലുള്ള കാർഡ്സ് ഉണ്ടല്ലോ അത് ഇറക്കാം. അതുപോലെ CBക്ക് വരുമ്പോൾ CBയിൽ നിങ്ങളെ വക്കിൽ ഇപ്പോൾ കന്യാരം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിട്ട് ടോണി ആഡംസിനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ടോണി ആഡംസൊക്കെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്ന കാർഡാണ്. അതുപോലെ ബിൽഡപ്പായിട്ട് പിന്നെ ഈ ബെക്കംബോറോ അല്ലെങ്കിൽ മാർക്കിനസ്, ബിൽഡപ്പിലോട്ട് കുറേ CBC നമ്മളെ വക്കിൽ ഒരുപാടുണ്ടാവും. അപ്പോൾ അതിലേതെങ്കിലും ചൂസ് ചെയ്യുക. അതുപോലെ പിന്നെ റൈറ്റ് ബാക്ക് ഒരു വലിയൊരു ഡിഫെൻസീവ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. എന്നാലും ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ ഇറക്കി വിട്ടോ, നല്ല പെർഫോമൻസ് ആണ് തരുന്നത് റൈറ്റ് സൈഡിലെ ഈ കാർഡ്. അതുപോലെ ലെഫ്റ്റ് ബാക്കായിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ കോസ്റ്റാക്കോട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് റോബർട്ട്സന്, അതുപോലെ ഡേവിസ്, ന്യൂന മെൻഡിസ് അങ്ങനെയുള്ള നല്ല കാർഡ്സൊക്കെ ആണെങ്കിൽ ചൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ മാനേജറായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മളെ കപ്പല്ലോനാണ്. ലോങ് ബോൾ കൗണ്ടറാണ് പ്ലേ സ്റ്റൈൽ ഇട്ടിരുന്നത്. ഇനി പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ സെക്കൻഡ് ഹാഫ് നിങ്ങൾ സ്ക്വാഡിൽ സൂപ്പർ സബ്ബായിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ മാക്സിമം അവരെ ഇറക്കിയിടാൻ നോക്കുക. അപ്പോൾ ഹൊനീസൊക്കെ സൂപ്പർ സബ്ബായും കൊണ്ട് ഞാൻ ഫസ്റ്റ് ഹാഫ് ഫുള്ള് ലയണൽ മെസ്സിനെയാണ് കളിപ്പിക്കാറ്.
അതുപോലെ പിന്നെ ഓപ്പണൻ്റ് സ്കോർ അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഫോർമേഷനിൽ ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്താം. ഇപ്പോൾ ഓപ്പണൻ്റ് ഉദാഹരണത്തിന് ഒരു 3CB ഫോർമേഷനിലാണ് വന്നിരിക്കുകയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലെഫ്റ്റ് AMF അല്ലെങ്കിൽ റൈറ്റ് AMFന് നിങ്ങൾക്ക് അവിടെ RMF ആയിട്ട് ഇടാവുന്നതാണ്. RMF ആക്കിയിട്ടോ ഇപ്പുറത്തെ സൈഡ് LMF ആക്കിയിട്ടോ ഒരു സൈഡ് ഇട്ട് കളിപ്പിക്കുക. അപ്പോൾ നല്ല രീതിയിൽ ആ വിങ്ങിലൂടെ ഓടിക്കേറിയിട്ട് നല്ല രീതിയിൽ അവിടുന്ന് ത്രൂ ഇട്ട് സ്കോർ ചെയ്യാൻ ചാൻസ് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തത് ഏത് ഫോർമേഷൻ്റെ സ്ക്വാഡ് ബിൽഡിംഗ് വീഡിയോ വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഡിസൈവിംഗ് ആണ് തോന്നിയെങ്കിൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.